മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി ഇതാ മിഴി തുറക്കുന്നു. അഭയ് ഐ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, പെരിന്തൽമണ്ണ. മുതുതല AUP സ്കൂളിൽ വാർഷികവും യാത്രയയപ്പും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. മുതുതല AUP സ്കൂളിന്റെ 97ാം വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ജലജ ടീച്ചർക്കുള്ള യാത്രയയപ്പുമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് MP രവികുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രാഥമിക വിദ്യാലയങ്ങൾ തൊഴുത്തുപോലെയായി കിടക്കുന്ന സ്ഥലങ്ങളിൽ ആ നാടിന്റെ സംസ്കാരവും അധപ്പതിച്ചു കിടക്കും. ഇത്രയും വലിയ കെട്ടിടം, ഇത്രയേറെ ആളുകൾ ഒരു വാർഷികത്തിന് പങ്കെടുക്കുന്ന സാംസ്കാരിക അന്തരീക്ഷം, അതൊക്കെ മുതുതല എന്ന ഈ പ്രദേശത്തിൻ്റെ അത്യുന്നതമായ സംസ്കാരത്തെയാണ് വിളംബരം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ സംസ്കാരത്തിനും എൻ്റെ അഭിവാദനം. പിന്നെ ഒരു ടീച്ചറുടെ റിട്ടയർമെൻ്റാണ്, ജലജാദേവി ടീച്ചറുടെ റിട്ടയർമെൻ്റാണ്. ഞാനൊരു 5-8 വർഷം മുമ്പ്, 8 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഇതേ സ്കൂളിൽ വന്നിട്ടുള്ളത്. എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ജയപ്രകാശ് സാറിൻ്റെ ശ്രീമതി വൈജയന്തി ടീച്ചറും പരിയാനംപരറ്റ ദിവാകരേട്ടൻ്റെ ശ്രീമതി ഉഷ ടീച്ചറും അല്ലെ, അവർ രണ്ടുപേരും റിട്ടയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷന് ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ഇതുപോലെ തന്നെ സമ്പന്നമായ ഒരു സാംസ്കാരിക സദസ്സായിരുന്നു ഈ പ്രദേശത്തിൻ്റെ ഒരു സംസ്കാരം. പട്ടാമ്പിയുടെയും കൊപ്പത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സംസ്കാര സമ്പന്നമായ ഗ്രാമപ്രദേശം. ഇവിടെ അടുത്താണ് പണ്ഡിതരാജൻ പുന്നശ്ശേരി നീലകണ്ഠ ശർമാവ് 150 വർഷം മുമ്പ് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സംസ്കൃതം പഠിപ്പിക്കാൻ ഒരു ഗുരുകുലം സ്ഥാപിച്ചത്. AU സജിത് കുമാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ശ്രീഹരി മാസ്റ്റർ, PP മുഹമ്മദ് കുട്ടി, C മുകേഷ്, ബുഷറ സമദ്, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ജലജ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.